സിപിഎമ്മിന്റെ അടിത്തറ ഇളക്കുന്ന തോൽവിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. ബിജെപിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് പോലും പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് ഒഴുകിയെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. ബംഗാളും ത്രിപുരയും കേരളത്തിലെ സിപിഎമ്മിന് പാഠമാകണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കണ്ണൂർ മേഖലാ റിപ്പോർട്ടിംഗിനിടെ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വെറും തോൽവി മാത്രമല്ല, പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന വോട്ട് ചോർച്ചയാണ് ഉണ്ടായതെന്ന് 3 ദിവസം നീണ്ടുനിന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്കൊപ്പം നിന്ന അടിത്തറ വോട്ടുകൾ ഇളകി. ആ വോട്ടുകൾ UDFിലേക്കല്ല BJPയിലേക്ക് പോയിയെന്നാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് നീങ്ങാനാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി തോൽവിയുടെ കാരണങ്ങളും പരിഹാരങ്ങളും വിശദീകരിക്കാൻ കേരളത്തിൽ 4 മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിൽ ആദ്യ യോഗമാണ് ഇന്ന് കണ്ണൂരിൽ നടന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ച പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാർട്ടിക്ക് കേരളത്തിലുണ്ടായ തിരിച്ചടിയെ നിരാശാജനകമെന്നാണ് വിശേഷിപ്പിച്ചത്. BJPയുടെ കേരളത്തിലെ വളർച്ച ഗൌരവത്തോടെ കാണണമെന്ന് പറഞ്ഞ കാരാട്ട് ബംഗാളും ത്രിപുരയും കേരളത്തിലെ സിപിഎമ്മിന് പാഠമാകണമെന്നും ഓർമ്മിപ്പിച്ചു. പാർട്ടി നേതൃത്വം ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന തോന്നലുണ്ടായെന്നും അമിത ആത്മവിശ്വാസം പാർട്ടിക്ക് തിരിച്ചടിയായോ എന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. ജാതീയമായ വേർതിരിവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും മേഖലാ റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ വിശദീകരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.